ഞാൻ കണ്ടൊരു കമൻ്റാണിത് ആക്ച്വലി. ഓക്കെ, അനുമോൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് പുറത്ത്, അത് അറിയാവുന്ന കാര്യമാണ്. PR ആണോ എന്തോ നല്ല സപ്പോർട്ട് ഉണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ അനുമോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഗെയിം കളിക്കേണ്ടതല്ലേ? അനുമോളുടെ നിങ്ങൾക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അനുമോൾ എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ? ആ കോൺട്രിബ്യൂഷൻ കുറച്ച് കുറഞ്ഞോന്ന് എനിക്ക് സംശയമുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ മസ്താനി അവിടെ പോയിട്ട് തേഞ്ഞൊട്ടാനുള്ള എല്ലാ ചാൻസസും ഞാൻ കാണുന്നുണ്ട്. കാരണം അനുമോൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യവും, അതേപോലെ ശൈത്യയെ കട്ടപ്പ എന്ന് വിളിക്കുന്ന കാര്യവും, ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കട്ടപ്പ എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ അവിടെ ഗിസയില്, ആര്യൻ, അതുപോലെ റെന ഫാത്തിമ, നോറയ്ക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് അനുമോൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് പുറത്തുനിന്നുള്ളത്. സോ അനുമോളെ ട്രിഗർ ചെയ്യുന്തോറും, അനുമോളെ പ്രൊവോക്ക് ചെയ്യുന്തോറും നിങ്ങൾക്ക് ഹേറ്റേഴ്സ് കൂടും എന്നുള്ളൊരു സംഭവം അവിടെ വന്നിട്ടുണ്ട്. ഗിസയിലും ആര്യനും അതൊക്കെ വയൽക്കാട് വെറുതെ പറയുന്നതാണ്, അങ്ങനത്തെ ഒരു ഫാൻ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട്. അവിടെ അക്ബറും ഷാനവാസൊക്കെയാണ് അനുമോൾക്ക് ഷൂഷു ഹാങ് എന്നുള്ള പേരും കാര്യങ്ങളൊക്കെ ഇട്ടത്. അപ്പം ഇവർ ബിനിയോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് പ്രത്യേകിച്ച് വൃത്തികെട്ട മീനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവിടെ സംസാരം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അനുമോളുടെ ഗെയിം ഇപ്പൊ ഒറ്റപ്പെട്ടിരിക്കുന്ന പാവയെ പിടിച്ചിരിക്കുന്ന ഗെയിം ഉണ്ടെങ്കിലും അറ്റ് ദ സെയിം ടൈം അനുമോള് നമ്മുടെ രേണുവിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നല്ലത് കണ്ടാൽ നല്ലത് പറയണമല്ലോ, അത് അനു പറഞ്ഞത് സത്യം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. ഈ ഒരു പ്ലാറ്റ്ഫോം ഇനി എപ്പോഴും കിട്ടണമെന്നില്ല. ഭാഗ്യം കൊണ്ട് ആളുകളിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു ഗെയിമാണ് ഇത്. സോ അപ്പോൾ അത് ചേച്ചി നന്നായിട്ട് ഗെയിം കളിക്കണം. ഇവിടെ നിന്ന് പുറത്ത് പോയിട്ട് വീട്ടിൽ പോയി ഇരുന്ന് കഴിയുമ്പോൾ ചേച്ചിക്ക് അത് മനസ്സിലാവും എത്രത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ചേച്ചി അത് കളഞ്ഞെന്നുള്ളത്. ചേച്ചി ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നുണ്ട്, പിന്നെ പിള്ളേരുടെ കാര്യം പറയുന്നുണ്ട്. അനുവിൻ്റെ ചേച്ചിക്കും ഇതേപോലെ ഒരു കുട്ടിയുണ്ട്. സോ ദേ ആർ സേഫ്, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓൾ ഓക്കെ അല്ലേ? അപ്പോൾ ചേച്ചി ഈ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂസ് ചെയ്യണം. യാതൊരു കാരണവശാലും ഇങ്ങനെ പോണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് പറയരുതെന്ന്. അവിടെ ഉദാഹരണത്തിന് 10 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് പോകണമെന്ന് പറഞ്ഞാൽ ഈ 9 കണ്ടസ്റ്റൻസും സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം അവർക്ക് അത്രയും ഒരു പവർ കുറഞ്ഞല്ലോ. ഞാനും ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കി രേണുവിന് പോകണമെങ്കിൽ പോയിക്കോട്ടെ. ഞാൻ ആക്ച്വലി പ്രേക്ഷക എന്നുള്ള രീതിയിൽ സംസാരിക്കാം. നമുക്ക് ഗെയിം നല്ല രീതിയിൽ വരണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതേപോലെ ഗെയിം കളിക്കാൻ താല്പര്യമില്ലാത്തവർ നിൽക്കണ്ട, പോയിക്കോട്ടെ എന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേ ആ ഒരു മൈൻഡിലാണ് ഞാൻ നിന്നത്. കാരണം ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ മാതിരി രേണുവിന് പറ്റുന്നില്ല എന്നുള്ളൊരു ഫാക്ടറാണ് രേണു അവിടെ പറഞ്ഞത്. പക്ഷെ രേണുവിനെ ആരെങ്കിലും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടില്ല. അന്ന് ബിഗ് ബോസ് മോട്ടിവേറ്റ് ചെയ്ത് വിട്ടു, ലാലേട്ട മോട്ടിവേറ്റ് ചെയ്ത് വിട്ടു, അനു മോട്ടിവേറ്റ്. പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ മോട്ടിവേഷൻ ചിലപ്പോൾ കുറഞ്ഞു വരും. കാരണം ഗെയിമിന്റെ പഞ്ചിലോട്ട് എത്തുമ്പോഴേക്കും ചിലപ്പോൾ ഈ മോട്ടിവേഷൻ കുറഞ്ഞു പോകും. പക്ഷേ അവിടെ ഇത്രയും ആളുകൾ ഇരുന്ന് സംസാരിക്കാത്ത കാര്യം അനു എന്ന് പറയുന്ന വ്യക്തി രേണുവിനെ വിളിച്ചിരുത്തി സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കത് പേഴ്സണലി നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിനിപ്പോൾ രേണു നിന്നാലും നിന്നില്ലെങ്കിലും ദാറ്റ് ഡസൻറ്റ് മാറ്റർ, അത് അനുവിനെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. പക്ഷേ ചേച്ചി ഇത് മനസ്സിലാക്കണം, ഈ പ്ലാറ്റ്ഫോമിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. ചേച്ചിക്ക് നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റും, ചേച്ചി നന്നായിട്ട് കളിക്കുന്നുണ്ട്, കുട്ടിയെ പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട, എനിക്കുണ്ട് എൻ്റെ ചേച്ചിയുടെ കുട്ടി എന്നുള്ള രീതിയിലൊക്കെ സമാധാനത്തിന്റെ രീതിയിൽ ആ ഒരു ചാർജിങ് സംഭവം അവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടുന്ന വലിയ കാര്യം തന്നെയാണ്. യെസ്, അതിന് പുറത്ത് PR ഉണ്ടോ PR ഇല്ലേ എന്തോ നല്ല രീതിയിലുള്ള ഗെയിം സ്ട്രാറ്റജി പുറത്തും നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം എന്റെ കമന്റ് ബോക്സ് കണ്ടാൽ തന്നെ അറിയാം, അനുവിനെ പറ്റി നല്ലത് പറയുമ്പോൾ ഉണ്ടാവുന്ന കമന്റും അനുവിനെ പറ്റി മോശമായിട്ട് പറയുമ്പോൾ ഉണ്ടാവുന്ന കമന്റും. ഈ മോശമായിട്ട് പറയുമ്പോൾ ഉണ്ടാവുന്ന കമന്റ് ഇടുന്ന ആളുകളോടാണ് പറയാനുള്ളത്. യൂട്യൂബ് പുതിയ ഓപ്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്യുക കാര്യങ്ങളോ അല്ലെങ്കിൽ എന്നെ പോലെ വേറെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുക കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനുവിന്റെ വീഡിയോയിൽ പോയിട്ട് കമന്റ് ഇടാൻ നിങ്ങൾക്ക് അക്കൗണ്ടേ ഉണ്ടാവില്ല. അത് എന്റെ കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. യൂട്യൂബ് അക്കൗണ്ട് എടുത്തിട്ട് പോകും. സോ അതല്ല മാറ്റർ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് അനുവിന് അത്യാവശ്യം നല്ല ബാക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ളത്. അപ്പൊ അനുവിനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ ചിലപ്പം അനുവിന്റെ ഗെയിം കൊള്ളില്ല, അതുകൊണ്ട് പ്രൊവോക്ക് ചെയ്താൽ അനുവിന്റെ ആ ഒരു സപ്പോർട്ട് പ്രൊവോക്ക് ചെയ്യുന്നവർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. സോ എന്തായാലും ഇറ്റ്സ് ആഫ്റ്റർ ഓൾ എ മൈൻഡ് ഗെയിം. പക്ഷേ ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനു ഈ ഒരു സമയത്ത് രേണുവിനെ വിളിച്ചിരുത്തി പറഞ്ഞ ആ സപ്പോർട്ട് അത് രേണുവിന് ഭയങ്കര ഒരു കാര്യമായിരിക്കും. രേണു അത് ആ ഒരു പോയിന്റ് എപ്പോഴെങ്കിലും ഇന്റർവ്യൂവിൽ എപ്പോഴെങ്കിലും രേണു അത് പറയുന്നതാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയുമുള്ള ഒരു വാർ വേൾഡില് അനുവിനെ വിളിച്ചിരുത്തിട്ട് ചേച്ചി നന്നായിട്ട് കളിക്കണം, ചേച്ചി പോവല്ലേ, നല്ല പ്ലാറ്റ്ഫോമാണ്, ഇത് വിട്ടിട്ട് പോയാൽ എൻ്റെ നഷ്ടം ചേച്ചിക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ള രീതിയിൽ ഇരുന്ന് സംസാരിക്കാൻ ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഷീ ഹാവ് സംതിങ് ഗുഡ് ഇൻ ഹെർസെൽഫ്. ബട്ട് എവിടേക്കോ എന്തൊക്കെയോ ആളുകളല്ലേ, എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നില്ലല്ലോ. സോ എവിടേക്കോ എന്തൊക്കെയോ ഒരു ഇതുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ കൂടെ നിൽക്കുന്നവർ, നല്ല രീതിയിൽ കളിക്കുന്നവർ ഇങ്ങനെ പിണങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യാനൊരു മനസ്സും അനുവിനുണ്ട്.